Hi students, welcome to ASF Academy. I am Femin. Today we discuss the topics types of cost and element of cost. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പോർഷനാണ് ടൈപ്സ് ഓഫ് കോസ്റ്റും എലമെന്റ് ഓഫ് കോസ്റ്റും. ആ തിയറി പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രോബ്ലംസും തിയറീസും എല്ലാം മിക്സ് ചെയ്ത് ചെയ്യണം. ഫസ്റ്റ് വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോസ്റ്റ് എന്താ നോക്കുക. അതിലോട്ട് പോണേ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഒരു മാനേജ്മെന്റ്, ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിലെ മെയിൻ 3 ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ 3 ഫങ്ഷൻസും എഫക്റ്റീവ് ആയിട്ട് പോയാലേ കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഇങ്ങനെ എഫക്റ്റീവ്ലി ഈ ഫങ്ഷൻസ് റൺ ചെയ്യണം അല്ലെ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് നീഡ്സ് ഇൻഫോർമേഷൻ വേണം. അങ്ങനെ ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഇൻഫോർമേഷൻ ആണ് റിലേറ്റഡ് ടു കോസ്റ്റിനോട് റിലേറ്റ് ചെയ്ത ഇൻഫോർമേഷൻ എന്ന് പറയും. കാരണം ഈ കോസ്റ്റിനോട് റിലേറ്റ് ചെയ്ത ഇൻഫോർമേഷൻസ് കറക്റ്റായി കിട്ടിയാൽ മാത്രമേ നമ്മളെ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റിന് വേണ്ടി നമ്മൾ കോസ്റ്റിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അതിൻ്റെ എലമെന്റ്സിൽ തന്നെ വരുന്നുണ്ട്, മെറ്റീരിയൽ, ലേബർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്താ നോക്കുക. കോസ്റ്റ് എന്ന് പറയുന്നത് വേർഡ് കോസ്റ്റ് ഹാവ് ഡിഫറെന്റ് മീനിങ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ മീനിങ് ആണ് നമ്മൾ കോസ്റ്റിന് പറയാറുള്ളത്. ലൈക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എന്താ പറയുക, കോസ്റ്റ് മീൻസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു സാധനത്തിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിലോ ഇറ്റ് മീൻസ് എനിത്തിങ് വിച്ച് ഈസ് ഗിവൺ ഓർ സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ സംതിങ്. എന്തെങ്കിലും നേടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗിവൺ ആ കൊടുത്ത ആ കാര്യത്തിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ കോസ്റ്റ് ഈസ് ഇൻകേർഡ് വെൻ എ റിസോഴ്സ് കൺസ്യൂമഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് എന്തൊക്കെ റിസോഴ്സസ് ആണോ വേണ്ടത് ആ റിസോഴ്സസിന്റെ എമൗണ്ടിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് മീൻസ് it is the amount of resources consumed to produce a product or services. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത് ആ റിസോഴ്സസിന് വരുന്ന കോസ്റ്റ്, എമൗണ്ടിന്റെ ടേംസിൽ വരുന്നത് എത്രയാണോ എമൗണ്ട് അതിന് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കണം. കോസ്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷന് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസസ് വന്നോ അതിനെല്ലാം നമ്മൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം. കോസ്റ്റിന്റെ ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്, കോസ്റ്റ് ഡിഫൈൻഡ് ആസ് എ measurement in monetary terms of the amount of resources used for some purpose. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റിസോഴ്സസ് യൂസ് ചെയ്യുക, അത് എത്ര എമൗണ്ട് എന്ന് മോണിറ്ററി ടേംസിൽ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാവാം, അതൊരു സർവീസസ് റെൻഡർ ചെയ്യുന്നതാവാം, അങ്ങനെ എന്തോ ഒരു പർപ്പസസോ ആവട്ടെ, ആ പർപ്പസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് റിസോഴ്സസ് ആണോ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ലൈക്ക് മെറ്റീരിയൽ ആവാം, ലേബർ ആവാം, അല്ലെങ്കിൽ അതർ എക്സ്പെൻസസ് ആവാം, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം എക്സ്പെൻസസ് വരുന്നു അതിനെ മോണിറ്ററി ടേംസിലോട്ട് കൺവേർട്ട്, ദാറ്റ് മീൻസ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്ര എമൗണ്ട് വരുന്നു അതിനെ കോസ്റ്റ് എന്ന് പറയും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റിന് ഒരു ഡെഫിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് ടൈപ്സ് ഓഫ് കോസ്റ്റ്. ടൈപ്സ് ഓഫ് കോസ്റ്റിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൽ കുറച്ച് ടൈപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റി ലെവൽ മാറുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ആ പേര് പോലെ തന്നെ ലെവൽ ഓഫ് ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ അനുസരിച്ചിട്ട്
കോസ്റ്റിന് അവിടെ ചേഞ്ച് വരില്ല. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കോസ്റ്റ് കൂടുകയോ പ്രൊഡക്ഷൻ കുറയുമ്പോൾ കോസ്റ്റ് കുറയുകയോ ഇവിടെ ചെയ്യില്ല. ഫിക്സ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ റെന്റ്, സാലറി. അങ്ങനെയല്ല, റെന്റ് ഒന്നും നമുക്ക് ബിൽഡിങ്ങിനില്ല. റെന്റ് ഒന്നും പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും നില്ലായാലും നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരിക്കണം. സാലറി ഫോർ ദി എംപ്ലോയീസ്, എംപ്ലോയീസിനുള്ള സാലറി അങ്ങനെ തന്നെ. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും എംപ്ലോയീസിനുള്ള സാലറി മന്ത്ലി നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ്. Okay, second one, variable cost. Variable cost are those costs which change in direct proportion to change in the level of activity. നേരത്തെ പറഞ്ഞതിന് just opposite ആണ്. Activities in level of activity, that means production അനുസരിച്ചിട്ട് കോസ്റ്റിന് ചേഞ്ച് വരും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വേജസ്, കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ, മെറ്റീരിയൽ കോസ്റ്റ് എക്സെട്ര. അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? മെറ്റീരിയൽ വേണം. ആ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷനും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ മെറ്റീരിയൽ വേണം. ദ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, അത് ഈ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അതേപോലെ വേജസ് ഉദ്ദേശിക്കുന്നത് ലേബേഴ്സിന്റെ വേജസ് ആണ്. മറ്റേ നമ്മൾ സാലറി അല്ലേ പറഞ്ഞത്. വേജസ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഫാക്ടറിയിലെ എംപ്ലോയീസിന്റെ എണ്ണം കൂടും, അതിനനുസരിച്ച് വേജസ് കൂടും. അതേപോലെ തന്നെ കമ്മീഷൻ ഓഫ് സെയിൽസ്മാന്റെ കമ്മീഷനും പ്രൊഡക്ഷൻ അനുസരിച്ച് സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ കമ്മീഷൻ. അപ്പൊ അതും വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ദീസ് കോസ്റ്റ് ആർ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. ഒരു സം എക്സ്റ്റെന്റ് വരെ അത് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അത് വേരിയബിൾ ആയിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ടെലിഫോൺ ചാർജസും പവർ ചാർജസ് ഒക്കെ. നമ്മൾ ടെലിഫോൺ ചാർജസ് എങ്ങനെ ഒരു എക്സ്റ്റെന്റ് വരെ, അതായത് ഫിക്സ്ഡ് ആയിട്ടൊരു എമൗണ്ട് നമുക്കുണ്ട്, അതിന്റെ മേലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചാർജ് വരിക. SSA പവർ ചാർജസ്, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം ഫിക്സ്ഡ് ആയിട്ട് നമുക്കൊന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വേറെ ഇത്ര യൂണിറ്റിന് ഇങ്ങനെ എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് സെമി വേരിയബിൾ കോസ്റ്റ്. ഈ സെമി വേരിയബിൾ കോസ്റ്റിന് നമ്മൾക്ക് വേറൊരു പേരായിട്ട് വരാം സെമി ഫിക്സ്ഡ് കോസ്റ്റ്. പിന്നെ പകുതി ഫിക്സ്ഡ് ആണ്, പകുതി വേരിയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്പ് എങ്ങനെ? ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, അതേപോലെ ഇൻക്രീസ് ചെയ്യാൻ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് വരെ ഇവരെ ഫിക്സ്ഡ് ആയിരിക്കും. ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി, ഒരു സർട്ടൻ പോയിന്റ് വരെ അല്ലെങ്കിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും കോസ്റ്റ്. പക്ഷെ ആ സർട്ടൻ ലെവൽ കഴിയുമ്പോൾ ഇവരുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവർ ഹയർ ലെവലിലേക്ക് ചേഞ്ച് ആവും. ആ ടൈമിൽ കോസ്റ്റും ചേഞ്ച് ആവും. Okay, these remain fixed over a range of activity and then jumps to a higher level when the level of activity increases beyond a certain point. A certain point ന് അപ്പുറം level of activity increase ചെയ്യുമ്പോൾ automatically കോസ്റ്റും increase ചെയ്യും. Okay, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ? സൂപ്പർവൈസേഴ്സ് സാലറി. ഇവിടെ മെയിൻ ആയിട്ട് നോക്കി വെക്കണ ഇൻക്രീസിങ് ഇൻ സ്റ്റെപ്സ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ഓൾ കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈ വിത്ത് എ പെർട്ടിക്കുലർ സെന്റർ ഓർ പെർട്ടിക്കുലർ ജോബ്. നമുക്ക് ഒരു പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ജോബിൽ നിന്ന് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താ? ഇവ ക്യാൻ ബി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്ക് ആ പ്രോഡക്റ്റിൽ നിന്ന് ആ കോസ്റ്റ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ എന്താ? മെറ്റീരിയൽ യൂസ്ഡ്, ലേബർ എംപ്ലോയിഡ്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ എന്താ യൂസ് ചെയ്ത്, അതേപോലെ ലേബർ എത്രയാണ് എംപ്ലോയ് ചെയ്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇവിടെ ഡയറക്റ്റ് കോസ്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദീസ് കോസ്റ്റ് which cannot conveniently identify with a particular cost center or particular cost unit. നമുക്കിവിടെ ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല എത്ര കോസ്റ്റ് ആണ് എന്നില്ല. ആ പ്രോഡക്റ്റിന് മേലെ ഡയറക്റ്റ്ലി ചാർജബിൾ ആവില്ല. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി.
മിഷനറിയിൽ വരുന്ന ഡിപ്രിസിയേഷൻ. നമ്മളൊരു അസ്യൂം ചെയ്ത് ഇത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ്, ഡിപ്രിസിയേഷൻ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ടല്ലോ, ആ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ചാർജബിൾ അല്ല ആ പ്രോഡക്റ്റ്, നമ്മളൊരു എസ്റ്റിമേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ നമുക്ക് വേറൊരു ഏരിയ പറയാനുള്ളത് ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം ഓവർഹെഡ് ആണ്. ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് ചാർജസ് ആണ്. ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എസ്റ്റിമേറ്റ് എക്സ്പെൻസസ്, ഓവർ റെഫേഴ്സ് ടു എസ്റ്റിമേറ്റ് എക്സ്പെൻസസ്, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസസ് ആണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബേഴ്സും അല്ലാതെ വരുന്ന എക്സ്പെൻസസ് ഉണ്ടാവില്ലേ, അതിൽ വരുന്നതാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡിൽ നമുക്ക് നോർമലി 4 ഹെഡ്സ് ആയിട്ട് ഓവർഹെഡിനെ ടൈപ്സ് ആയി ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ചാർജസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഫാക്ടറി. ഒരു ഫാക്ടറിയുടെ അകത്ത് വരുന്ന പ്രൊഡക്ഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ടാവില്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ടാവില്ല, അതാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഓൾസോ കോൾഡ് വർക്ക് ഓവർഹെഡ് എന്നും വിളിക്കാറുണ്ട്. ലൈക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ഫാക്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് കൺസ്യൂമബിൾ സ്റ്റോർ, ഫാക്ടറി റെന്റ്, പ്ലാൻ ഡിപ്രിസിയേഷൻ, റിപ്പയർസ് ടു മിഷനറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഫാക്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഫാക്ടറി ഓവർഹെഡ് ആണ് അണ്ടറിലാണ് വരിക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസസിന്റെ മാനേജ്മെന്റിനും അഡ്മിനിസ്ട്രേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും വരുന്നതാണ് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആവാം, അല്ലെങ്കിൽ പ്ലാനിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് the personnel of an organization, that means employees of the organization. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ലൈക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീ, അക്കൗണ്ട് സാലറി എക്സെട്ര. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഓഫീസ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദ ഓഫീസ്, അത്രേ ആലോചിച്ചാൽ മതി. ഓഫീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് സെല്ലിംഗ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ വേറൊരു ഓവർഹെഡിന്റെ ഒരു സബ് ഹെഡ് ആണ് സെല്ലിംഗ് ഓവർഹെഡ്. അതെന്തായിരിക്കും? നമ്മൾ സെയിൽസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കം അണ്ടർ ദ സെല്ലിംഗ് ഓവർഹെഡ്. ദീസ് ആർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകർഡ് ഫോർ ദ പർപ്പസസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്, അതും അല്ലെങ്കിൽ റീറ്റെയിനിങ് കസ്റ്റമേഴ്സ് റീറ്റെയിൻ ചെയ്യാനും ഡിമാൻഡ് കൂട്ടാനോ, അല്ലെങ്കിൽ അത് പുതിയ കസ്റ്റമേഴ്സിനെ ഡിമാൻഡിലേക്ക് വരുത്താനോ, അതല്ലെങ്കിൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസസിനെയാണ് സെല്ലിംഗ് ഓവർഹെഡ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അഡ്വർടൈസ്മെന്റ്, പാക്കിംഗ് എക്സ്പെൻസസ് അല്ല, അഡ്വർടൈസ്മെന്റ്, സെയിൽസ്മാൻ സാലറി, അല്ലെങ്കിൽ കമ്മീഷൻ, മാർക്കറ്റ് റിസർച്ച്, സാമ്പിൾസ്, ഫ്രീ ഗിഫ്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെല്ലിംഗ് ഓവർഹെഡിൽ വരുന്നത്. ഫോർത്ത് വണ്, ലാസ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. നെക്സ്റ്റ് ഫസ്റ്റ് പറഞ്ഞു ഫാക്ടറി പ്രൊഡക്ഷൻ അവിടെ പറഞ്ഞു, പിന്നെ ഓഫീസ് പറഞ്ഞു, നെക്സ്റ്റ് സെല്ലിംഗ് പറഞ്ഞു, ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ. എന്തിനാ നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തേ? കസ്റ്റമേഴ്സിലേക്ക് നമ്മളെ പ്രോഡക്റ്റ് റീച്ച് ആണ്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് റീച്ച് ആവണ വരുന്നുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ എന്തെല്ലാമാണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വന്ന് അതെല്ലാം കം അണ്ടർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ദീസ് ആർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം ദ ടൈം ദ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ഫാക്ടറി ടിൽ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി കസ്റ്റമറിലേക്ക് അത് എത്തുന്ന വരെയുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടി ടോട്ടൽ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയും. ദാറ്റ് മീൻസ് മൂവിങ് ദ ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു കൺസ്യൂമേഴ്സ്. ഇത് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം? നമ്മളതിൻ്റെ ഇടയിൽ ഗോഡൗൺസ് ഉണ്ടാവും, അതിൻ്റെ റെന്റ്, അല്ലെ വെയർഹൗസ് ഉണ്ടാവും, അതിൻ്റെ സ്റ്റാഫുകൾ ഉണ്ടാവും, അതിൻ്റെ സാലറീസ്, പാക്കിംഗ് എക്സ്പെൻസസ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്.
Historical costs are those costs which are incurred after the event takes place. Okay, historical cost പറഞ്ഞാൽ എത്ര ഉള്ളൂ, ആക്ച്വൽ എന്താണോ ആ സംഭവം ആ ഒരു ആക്ച്വൽ കോസ്റ്റ് എന്താണോ അത് മെൻഷൻ ചെയ്യണം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് വിച്ച് ഇൻകർ ആഫ്റ്റർ ദി ഇവന്റ് ടേക്സ് പ്ലേസ്. ആ ഇവന്റ് ടേക്സ് പ്ലേസ് ആയ ശേഷം നമ്മൾ ആ കോസ്റ്റിനെ എന്താണോ പറയുന്നത് ആ ഒരു എമൗണ്ട് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു ഏതെങ്കിലും ഒരു ലാൻഡ് മേടിച്ചു. നമ്മൾ മേടിക്കുന്ന ടൈമിൽ ലാൻഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 lakhs ആണ്. ആഫ്റ്റർ ഒരു 5 years ലാൻഡിന്റെ പ്രൈസ് മാർക്കറ്റ് വാല്യൂ കൂടി അവിടെ ഇപ്പോൾ ഒരു 1 crore ആണ് അതേ ലാൻഡിന് വരുന്ന പ്രൈസ് എങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ട് പർച്ചേസിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കാണിക്കുക എപ്പോഴും 50 lakhs. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വഴി കാണിക്കും 1 crore അത് പ്രൈസ് മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ട് എന്നല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ കാണിക്കുന്ന ആക്ച്വൽ പ്രൈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുക അതിന്റെ 50 lakhs ആയിക്കോ. ഓക്കെ, അപ്പോൾ ഒരു ഇവന്റ് ടേക്സ് പ്ലേസ് ആവുന്ന ആ ഒരു കോസ്റ്റ്, ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകർഡ് ആഫ്റ്റർ ദ ഇവന്റ് ടേക്സ് പ്ലേസ്, ആ ടേക്സ് പ്ലേസ് ആയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അറിയുന്നത് സങ്ക് കോസ്റ്റ്. Sunk costs are those costs which have been incurred as a result of decision made in the past. ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് ആ ഡിസിഷന് വരുന്ന കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിസിഷൻ നമ്മൾ പാസ്റ്റിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിനോട് ബേസ് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആ ഡിസിഷൻ എടുത്തു, നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് നമ്മൾ സങ്ക് കോസ്റ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുക. നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇയർലി അയക്ക് എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഇവിടെ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ഉള്ളൂ, നമ്മളെ കോസ്റ്റ് ഇൻകർ ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ്. ഓൾറെഡി കഴിഞ്ഞ ഒരു ഡിസിഷന്റെ ബേസിലാണ് ഈ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യും. ഈ ഡിസിഷൻ പറയുന്നത് നമുക്ക് റിവേഴ്സിബിൾ അല്ല, ഫ്യൂച്ചർ ഡേറ്റിൽ ആ ഡിസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി അതിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞ് പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചു, അപ്പൊ ആ ആക്ടിവിറ്റി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സങ്ക് കോസ്റ്റിനെ ആ ഒരു എമൗണ്ടിനെ ഇയർ ബൈ ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 lakh rupeesന്റെ ഒരു പ്ലാന്റ് മെഷീനറി മേടിച്ച് ഇയർലി 1 lakh ആയിട്ട് നമ്മൾ കട്ട് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വഴി ഇയർലി ആ 1 lakh കാണിച്ചിട്ടാണ് നമ്മൾ അത് റിട്ടേൺ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Opportunity cost is the value of a benefit sacrificed in a favor of an alternative course of action. വേറെ ഒരു നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിൽ ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ വാല്യൂനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സപ്പോസ് ഒരു 2 വീടുണ്ടെന്ന് വിചാരിക്കും. ഒരാളുടെ കയ്യിൽ 2 വീട്, ഒന്ന് അയാൾ ഓൺ പർപ്പസ് യൂസ് ചെയ്യുന്നു, ഒന്ന് അയാൾ റെന്റിന് കൊടുക്കണം. പിന്നീട് ആ വ്യക്തി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ റെന്റിന് കൊടുത്തിരുന്ന വീട് ആളുടെ ഓഫീസായി യൂസ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പോൾ അത്രയും കാലം അയാളുടെ റെന്റിന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ റെന്റിന് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് റെന്റ് കിട്ടും. പക്ഷെ ഇപ്പോൾ ഓഫീസായി യൂസ് ചെയ്യുമ്പോൾ ആളുടെ പർപ്പസ് നടക്കുന്നുണ്ട്, പക്ഷെ റെന്റ് കിട്ടില്ല. അപ്പോൾ ഓഫീസായി യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ റെന്റ് വരുന്ന ആ റെന്റ് എന്ന് പറയുന്ന കോസ്റ്റ് നമുക്ക് സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ആ ഒരു കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്തെങ്കിലും ഒരു 2 സാധനം, വേറൊരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ മേടിക്കാന്ന് വെച്ചാൽ നമ്മൾ സൈക്കിള് കാറ് അങ്ങനെ 2 സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കാറ് മേടിക്കുകയാണെങ്കിൽ സൈക്കിള് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, സൈക്കിൾ എടുക്കുകയാണെങ്കിൽ കാർ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ എന്താണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അതിന്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ് വിച്ച് ആർ കമ്പ്യൂട്ടഡ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ഇവിടെ എന്തിനാന്ന് വെച്ചാൽ ഇതൊരിക്കലും ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻകേർഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അല്ല. കാരണം ഇതിപ്പോ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇതെന്തിനാ ഹൈപ്പോത്തറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കോസ്റ്റ് കാണിക്കുന്നത്. ലൈക്ക് ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ റെന്റ് ഓഫ് ഓൺ ബിൽഡിംഗ്.
നമ്മളെ സ്വന്തം ബിൽഡിങ്ങിന്റെ റെന്റ്. അത് നമ്മൾ ആ ഡിസിഷന് വേണ്ടിയിട്ട് അല്ലെ റെക്കോർഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഈ എക്സ്പെൻസ്. ദാറ്റ് മീൻസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യണില്ല ഈ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലത്തെ ഇപ്പോൾ ഓൺട്രപ്രണർ ഹിംസെൽഫ് എന്തെങ്കിലും ഒരു കോസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സാലറി, ഓണർക്ക് സാലറി സ്വയം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി അങ്ങനെ ഒരു കോസ്റ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഷട്ട് ഡൗൺ കോസ്റ്റ്. These are the costs which will be incurred even if the plant is closed down temporarily due to raw material shortage, labor problem, etc. അതായത് ഒരു ടെമ്പററി ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഫാക്ടറിനെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരികയാണ്. ആ എന്തൊക്കെ കാരണങ്ങൾ, റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലേബർ പ്രോബ്ലം സ്ട്രൈക്ക് കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ടെമ്പററി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, ആ കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ടെമ്പററി എന്നുള്ള വേർഡ്. ടെമ്പററി ആണ് നമ്മൾ ഷട്ട് ഡൗൺ കോസ്റ്റിൽ ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു അഡീഷണൽ കോസ്റ്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1000 rupees ആയി. അപ്പോൾ 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 1010 rupees ആയി എന്നുണ്ടോ? അപ്പോൾ 1 യൂണിറ്റിന് 10 rupees ആയി. സോറി, 1 യൂണിറ്റിന് 10 rupees ആയി. അപ്പോൾ അഡീഷണൽ 1 യൂണിറ്റ് ഇവിടെ അഡീഷണൽ 10 ആണ് ഇവിടെ വന്നിട്ടുള്ളത്, കോസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ 10 rupeesനുള്ള അഡീഷണൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. എന്തെങ്കിലും ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ്. ഇറ്റ് ഈസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ബ്രോഡ് ഹെഡ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ദ അനാലിസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ ടു മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നാണ്. എലമെന്റ്സ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഇതിന്റെ അനാലിസിസ് ആണ് എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫായിട്ട് പറഞ്ഞത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രോഡക്റ്റ് ആവട്ടെ സർവീസസ് ആവട്ടെ, അപ്പൊ അതിൽ വരുന്ന ഇൻക്ലൂഡ് ആവുന്നത് കോസ്റ്റിൽ തന്നെ മെറ്റീരിയൽ വരും, ലേബർ വരും, പിന്നെ അതർ എക്സ്പെൻസസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ. മെറ്റീരിയൽ പറഞ്ഞാൽ എന്താ? ദ മാറ്റർ ഓർ സബ്സ്റ്റൻസസ് ഫ്രം വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ്. ഒരു പ്രോഡക്റ്റ് മെയ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൽ വരുന്ന സബ്സ്റ്റൻസസ് അല്ലെ മാറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ടാവും, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ടാവും. ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞാൽ എന്താണ്? those can be identified with a particular job, product or process. നമുക്ക് അതിൽ ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിൽ എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെക്സ്റ്റൈൽസ് മില്ലാണെങ്കിൽ അതിൽ കോട്ടൺ, അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക ലൈക്ക് ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലേ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഷൂസിൻ്റെ അകത്ത് ലെതർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഗാർമെന്റ്സിൽ ക്ലോത്ത്. അപ്പൊ അങ്ങനെയല്ല നമുക്ക് ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പ്രോഡക്റ്റ് നോക്കിക്കാൻ ഓക്കെ ഇതാണ് അതിന്റെ മെറ്റീരിയൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ദോസ് കനോട്ട് ബി ഐഡന്റിഫൈ വിത്ത് എ പെർട്ടിക്കുലർ ജോബ്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് അത് ആ മെറ്റീരിയൽ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ നമുക്ക് വരുന്ന ഗ്രീസ്, ലൂബ്രിക്കൻസ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ ഈ പറഞ്ഞ ഗ്രീസ് ആവട്ടെ, ലൂബ്രിക്കൻസ് ആവട്ടെ, അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോർസ്, ഈ സാധനങ്ങൾ, ഓയിൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. പക്ഷെ നമുക്ക് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ പുറത്ത് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. These do not form a part of a finished product. ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് അതിൽ ഇൻക്ലൂഡ് ആണ്. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, നെക്സ്റ്റ് ലേബർ. ലേബർ പറഞ്ഞാൽ എന്താണ്? ലേബർ എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ മെറ്റീരിയലിന്റെ കൂടെ ഒരു ഹ്യൂമൻ എഫേർട്ട് റിക്വയർഡ് ആണ്. ഒരു ഹ്യൂമൻ എഫേർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ആവൂ. ആ ഒരു ഹ്യൂമൻ എഫേർട്ടിനെയാണ് ലേബർ എന്ന് പറയുന്നത്. ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് ലേബർ. ഓക്കെ, ഈ ലേബേഴ്സിന് നമ്മൾ
remuneration കൊടുക്കും, that is wages. Okay, അപ്പോൾ human labor എന്ന് പറഞ്ഞാൽ the amount of physical, mental and social effort used to produce goods and services. ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ റെൻഡർ ചെയ്യാൻ വേണ്ടി, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എഫേർട്സിനെയാണ് ലാബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ടു ടൈപ്സ്, ഡയറക്റ്റ് ലാബർ ആൻഡ് ഇൻഡയറക്റ്റ് ലാബർ. ഡയറക്റ്റ് ലാബർ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി എൻഗേജ്ഡ് ഓൺ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനോട് കൂടിയിട്ട് ഡയറക്ട്ലി എൻഗേജ്, ദാറ്റ് മീൻസ് വി ക്യാൻ ബി ഐഡന്റിഫൈ വിത്ത് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. ആ ഒരു പ്രോഡക്റ്റിൽ ജോബിനോടോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബേഴ്സിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നു. നമ്മൾ അവർക്ക് വേജസ് പേ ടു ദ വർക്കേഴ്സ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ്. ആ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി അതിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ എന്തായിരിക്കും? നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ്, നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ഇവിടെ ഡയറക്ട്ലി എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ ഇൻഡയറക്ട്ലി, ദാറ്റ് മീൻസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷനോട് ഡയറക്റ്റ് ആയിട്ട് ഇവരെ എൻഗേജ് ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് ദേ ആർ ഓൾസോ ലേബർ. ആ കമ്പനിയിൽ ഇവരും ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്യൂണ്, വാച്ച്മാന്, അല്ലെ സൂപ്പർവൈസർ, സ്റ്റോക്ക് കീപ്പർ, ഇവരൊന്നും ആ റോ മെറ്റീരിയൽ കൺവേർട്ടഡ് ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്നുള്ള ആ പ്രോസസ്സിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ല, പക്ഷേ ആ പ്രൊഡക്ഷന്റെ ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ വ്യക്തികളും. സ്റ്റോക്ക് കീപ്പർ, സൂപ്പർവൈസർ, പ്യൂണ്, വാച്ച്മാൻ, ഇവരും ലാബേഴ്സ് തന്നെയാണ് ആ എന്റർപ്രൈസസിൽ. ഓക്കെ, അപ്പൊ ഇവർക്ക് വരുന്ന കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് ലാബറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് പറഞ്ഞാൽ all cost other than material labor. ഇപ്പോൾ മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, ലേബേഴ്സ് ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ ഇവർക്കൊക്കെ കോസ്റ്റുകൾ, ആ കോസ്റ്റുകൾ പറഞ്ഞു. ആ ഈ മെറ്റീരിയൽ കോസ്റ്റോ ലേബർ കോസ്റ്റോ അല്ലാത്ത എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ അത് കം അണ്ടർ ദ എക്സ്പെൻസസ്, എക്സ്പെൻസസിലാണ് വരിക. ഇവിടെ ആൾസോ വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻടു ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞാൽ എന്താ? ദോസ് എക്സ്പെൻസസ് which are neither direct material nor direct labor but are directly charged to the product. Direct material, direct labor അല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസസ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്ട്ലി ചാർജ് ടു ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഹയർ ചാർജസ് ഉണ്ടാവുക സ്പെഷ്യൽ മിഷനറിക്ക്, അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പേറ്റന്റ് ആൻഡ് റോയൽറ്റീസ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് പാറ്റേൺസിന് വരുന്ന എക്സ്പെൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സ്പെൻസസ് ടു ദ സൈറ്റ്, എന്തെങ്കിലും സൈറ്റിന് വരുന്ന എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞാൽ ദോസ് എക്സ്പെൻസസ് വിച്ച് കാനോട്ട് ബി ഡയറക്ട്ലി ഐഡന്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബിൽ നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസ് അതർ ദാൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബറും അല്ലാത്ത മറ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ കംപ്ലീറ്റ്ലി വി ക്യാൻ കോൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, ലൈക്ക് എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ ആവാം, റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ആവാം, എന്തെങ്കിലും കാരിയേജസ് ആവാം, അഡ്വർടൈസ്മെന്റ്സ് ആവാം, പവർ ആൻഡ് ലൈറ്റിങ്സ് എക്സെട്ര. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. ഇങ്ങനെ വരുന്നതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓവർഹെഡ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഓവർഹെഡിന്റെ കാര്യം. ആ ഓവർഹെഡിൽ വരുന്ന ഓഫീസ്, ഫാക്ടറി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ എക്സ്പെൻസസ് അല്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഏതൊരു എക്സ്പെൻസസ് ആണെങ്കിലും ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റും പറഞ്ഞു, എലമെന്റ്സ് ഓഫ് കോസ്റ്റും പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തിയറി പോർഷനിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്യണം. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കൂടെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.